കീം ആസ്പിരൻസ്. കഴിഞ്ഞ വർഷങ്ങളിലെ കീം എക്സാമിൻ്റെ ചോദ്യപേപ്പർ നോക്കുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ചോദ്യമാണ് അമീൻസിൻ്റെ ബേസിസ് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാനുള്ള ചോദ്യം. റീസെൻ്റ് ആയിട്ടുള്ള 2024, 2023, 2022 ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സോ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. 2025 നമ്മൾ എഴുതാൻ പോകുന്ന കീം എക്സാമിനും ആ ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അമീൻസിൻ്റെ ബേസിസ് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് പറയാം. എന്നിട്ട് ഞാൻ ആ ചോദ്യങ്ങൾ നിങ്ങൾക്കൊന്ന് സോൾവ് ചെയ്ത് തരാം. നോക്കാം. ബേസിസ് സ്ട്രെങ്ത് ഓഫ് അമീൻസ്. മക്കളെ, അമീനുകളുടെ ബേസിസ് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ അലീഫാറ്റിക് അമീൻസ് ആർ മോർ ബേസിക് ദാൻ അമോണിയ, അമോണിയ ഈസ് മോർ ബേസിക് ദാൻ അരോമാറ്റിക് അമീൻസ്. ഈ ഓർഡറിലാണ് അമീനുകളുടെ ബേസിസ് സ്ട്രെങ്ത് ഉണ്ടാവുക. ഇനി അലീഫാറ്റിക് അമീനുകളിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഒന്ന്, ഗേഷ്യസ് സ്റ്റേറ്റിൽ അവരുടെ ബേസിസ് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ എന്താ. രണ്ട്, അക്വസ് സൊല്യൂഷനിൽ അവരുടെ ബേസിസ് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ എന്താ. ഗേഷ്യസ് സ്റ്റേറ്റിൽ ടേർഷ്യറി അമീനുകൾ ഏറ്റവും ബേസിക് ആയിരിക്കും, തൊട്ട് താഴെ സെക്കൻഡറി അമീനുകൾ ഏറ്റവും ലെസ് ബേസിക് ആയിരിക്കും, പ്രൈമറി. അപ്പോൾ ടേർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഇതാണ് ഓർഡർ വരിക. അതിലൊരു കൺഫ്യൂഷനും ഇല്ല. അക്വസ് സൊല്യൂഷനിൽ രണ്ട് തരം അമീനുകളുടെ ഓർഡറാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഒന്ന് മെത്തൈൽ അമീനുകളുടെ, രണ്ട് എത്തൈൽ അമീനുകളുടെ. മെത്തൈൽ അമീനുകളുടെ ബേസിസ് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ ടേർഷ്യറി എന്നാണ്. എത്തൈൽ അമീനുകളുടെ ബേസിസ് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ അക്വസ് സൊല്യൂഷനിൽ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷ്യറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്നാണ്. ഇത് ഓർത്ത് വെക്കാൻ നമുക്കൊരു കോഡ് ഓർത്താൽ മതി. എന്താണ് കോഡെന്ന് അറിയാവോ? അപ്പോൾ മെത്തൈൽ അമീനുകളുടെ ഓർഡർ ഓർത്ത് വെക്കാൻ 213 എന്ന നമ്പർ ഓർത്താൽ മതി നിങ്ങൾ. 213. അതെന്താ 213? 2 സ്റ്റാൻഡ് ഫോർ സെക്കൻഡറി, 1 സ്റ്റാൻഡ് ഫോർ പ്രൈമറി, 3 സ്റ്റാൻഡ് ഫോർ ടേർഷ്യറി. അപ്പോൾ നിങ്ങൾ പറയും എത്തൈൽ അമീനുകളുടെ കോഡ് എന്ന് പറയുന്നത് 231 അല്ലേ എന്ന് നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും. ശരിയാ, 231 സെക്കൻഡറി, ടേർഷ്യറി, പ്രൈമറി, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇതുപോലെ തന്നെയാണ് അരോമാറ്റിക് അമീനുകളിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കണം. ഒന്ന്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോഴും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുമ്പോഴും ബേസിസ് സ്ട്രെങ്ത്തിൽ എന്ത് മാറ്റം ഉണ്ടാവുക? നമുക്ക് ഓർത്ത് വെച്ചോടാ. അരോമാറ്റിക് അമീൻ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ് വരുന്ന അമീനാണല്ലോ. അപ്പോൾ ബെൻസീൻ റിങ്ങിലേക്ക് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്നുണ്ടെങ്കിൽ ബേസിസ് സ്ട്രെങ്ത് കുറയും മക്കളെ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ബേസിസ് സ്ട്രെങ്ത് കൂടും. ഇത്രയും കൺസെപ്റ്റ്സ് ഞാനിപ്പോൾ കഴിഞ്ഞൊരു 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞ ഇത്രയും കൺസെപ്റ്റ്സ് ഇല്ലേ, ഈ കൺസെപ്റ്റ്സ് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കീം എക്സാമിൻ്റെ ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യം എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ റീസെൻ്റായി ചോദിച്ച ചോദ്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. സി ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിസ് സ്ട്രെങ്ത് ഇൻ അക്വസ് സൊല്യൂഷൻ ഓഫ് അമീൻ ഈസ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഡൈമെത്തൈൽ അമീൻ, മെത്തൈൽ അമീൻ, ട്രൈമെത്തൈൽ അമീൻ, അമോണിയ. ഡൈമെത്തൈൽ അമീനും മെത്തൈൽ അമീനും ട്രൈമെത്തൈൽ അമീനും മെത്തൈൽ അമീനാണ് അല്ലേ. അപ്പോൾ ഡൈമെത്തൈൽ അമീൻ എന്ന് പറയുന്നത് സെക്കൻഡറി അമീനാണ്. ഇത് സെക്കൻഡറി ആണ്. ഓക്കെ, മെത്തൈൽ അമീൻ പ്രൈമറി ആണ്. ട്രൈമെത്തൈൽ അമീൻ മെത്തൈലിലെ ടേർഷ്യറി ആണ്. ഇനി അമോണിയ എന്തായാലും ഇവരെക്കാൾ ലെസ് ബേസിക് ആണ്, നമുക്കറിയാലോ. അലീഫാറ്റിക് അമീനുകളെക്കാൾ ലെസ് ബേസിക് ആണ് അമോണിയ. അപ്പോൾ ഈ ഓർഡർ ശരിയാ. ഇനി ഈ 3 പേരുടെ ഓർഡർ കറക്റ്റ് ആണോ? ആണ്. കാരണം മെത്തൈൽ അമീനുകളിൽ 213 എന്ന നമ്പറാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ സെക്കൻഡറി ആദ്യം, പിന്നെ പ്രൈമറി, പിന്നെ ടേർഷ്യറി. കറക്റ്റാ. ദർഫോർ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സിമിലർ ആയ ഒരു ചോദ്യം പിന്നെയും ചോദിച്ചിട്ടുണ്ട് കീം എക്സാമിൻ്റെ ചോദ്യ പേപ്പറിൽ. ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിസ് സ്ട്രെങ്ത് ഓഫ് അമീൻ ഇൻ അക്വസ് മീഡിയം ഇസ്. മക്കളെ നോക്കിയാൽ നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങളോട്? സി, ഇത് മെത്തൈൽ അമീനാണ്, ഇത് സെക്കൻഡറി മെത്തൈൽ അമീനാണ്, ഇത് ടേർഷ്യറി മെത്തൈൽ അമീനാണ്, ഇത് അമോണിയാണ്. അപ്പോൾ എന്തായാലും ഏറ്റവും കുറവ് ബേസിസ് സ്ട്രെങ്ത് അമോണിയയ്ക്കാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ശരിയല്ലേ? ഇനി മെത്തൈൽ അമീനുകളിൽ നമ്മൾ എന്താ ഓർത്ത് വെക്കേണ്ടേ? 213 എന്ന നമ്പറാണ് ഓർത്ത് വെക്കേണ്ടത് അല്ലേ. അതായത് സെക്കൻഡറി, പ്രൈമറി, ടേർഷ്യറി. ദർഫോർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഒരു ചോദ്യം കൂടി പ്രീവിയസ് ഇയർ കീമിൻ്റെ ചോദ്യ പേപ്പറിൽ ഇതേ ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ചോദ്യം കൂടി ഞാൻ കാണിച്ചു തരാം. മക്കളെ, ഈ ചോദ്യം കണ്ടോ നിങ്ങൾ? ദ കറക്റ്റ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിസ് സ്ട്രെങ്ത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആരൊക്കെയാണ് ഓപ്ഷനിലല്ലേ? അമോണിയ ഉണ്ട്, എത്തൈൽ അമീൻ ഉണ്ട്, അനിലിനുണ്ട്. അനിലിന് ഒരു അരോമാറ്റിക് അമീനാണ് അല്ലേ, കാരണം C6H5 എന്ന് പറയുന്നത് ബെൻസീനാണ്. ആൻഡ് C6H5CH2NH2 ഉണ്ട്. ഇത് അരോമാറ്റിക് അമീൻ അല്ല, പക്ഷെ ഒരു അരോമാറ്റിക് റിങ് വരുന്ന അമീനാണ്, ബെൻസീൻ റിങ് വരുന്ന അമീനാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ബേസിക് ആരാ? ഏറ്റവും ബേസിക് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തൈൽ അമീൻ ആയിരിക്കണ്ടേ? ഏറ്റവും ബേസിക് എത്തൈൽ അമീൻ ആയിരിക്കണം അല്ലേ. യെസ്, ഏറ്റവും ബേസിക് എത്തൈൽ അമീനാണ്. തൊട്ട് താഴെ ഒരു ബെൻസീൻ റിങ് വരുന്ന അമീനാണ്. അതിലും താഴെ അമോണിയയാണ്.
അമോണിയേക്കാൾ ബേസിസ് സ്ട്രെങ്ത് കുറവാണ് അരോമാറ്റിക് അമീൻ ആയിട്ടുള്ള അനിലിന്. ദർഫോർ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. സോ ഈ 3 ചോദ്യങ്ങളും ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റിൽ നിന്നാണ്. ഇതുപോലൊരു ചോദ്യം നമ്മൾ 2025 കീം എക്സാമിലും എക്സ്പെക്ട് ചെയ്യുന്നു. സോ മക്കളെ, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.